Elasticity of demand. Elasticity of demand, which is a numerical method that describes the degree of responsiveness change in quantity demanded of a commodity due to change in price or any other factors. That means no. പറയുമ്പോൾ ഫാക്ടേഴ്സിനും വരുന്ന ചേഞ്ച് മൂലം ഡിമാൻഡ് എന്ന് പറയുന്നത്. 3 types of elasticity of demand ആണുള്ളത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പ്രൈസിന് ചേഞ്ച് വരുന്നത് അനുസരിച്ചിട്ട് എന്നുള്ളത്. അതിന്റെ ഇലാസ്റ്റിസിറ്റിയുടെ കേസിലാണെങ്കിൽ ഇൻകത്തിന് ചേഞ്ച് വരും. ഇൻകം ആണ് വേരി ചെയ്യുന്നത്. ബാക്കി അത് ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് എത്രത്തോളം ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി വെച്ചിട്ട് പറയുന്നത്. ക്രോസ് ഇലാസ്റ്റിസിറ്റി ആവുമ്പോൾ ബാക്കി ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സിനെയും വെച്ചിട്ടാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ പറയുന്നത്. ഇനി ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സിലബസിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതൊരു ന്യൂമറിക്കൽ മെത്തേഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പ്രൈസിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, പ്രൈസ് ഇലാസ്റ്റിസിറ്റി മീൻസ് degree of responsiveness change in quantity demanded of a commodity due to change in price. പ്രൈസിന് വരുന്ന യുടെ ക്വാണ്ടിറ്റിക്ക് വരുന്ന ചേഞ്ച്, അതിന്റെ ഒരു ഇലാസ്റ്റിസിറ്റി. ഓഡിയോ ഇഷ്യൂ ഉണ്ട്, കേൾക്കാൻ പറ്റില്ല. എന്താ? ഓഡിയോ ഇഷ്യൂ ഉണ്ട്, കേൾക്കാൻ പറ്റുന്നില്ല, കട്ടായി പോകുന്നുണ്ട്, പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആണോ? ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. ഈ ഇടയ്ക്ക് കേൾക്കാം, പിന്നെ കുറെ നേരം കേൾക്കില്ല. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഈ ചോദിച്ചത് ക്ലിയർ ആണ്. ഓക്കെ. ഡിമാൻഡ് ഓർ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, പിന്നെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ലെസ് ഇലാസ്റ്റിസിറ്റീസ് ആണ് ഉള്ളത്. അപ്പം ഇതിന്റെ പേര് ഓർത്തു വെക്കണം. ഇനി ഫസ്റ്റ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പ്രൈസിന് ചെറിയ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള ചേഞ്ച് വരും.
അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. വിത്ത് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ദർ വുഡ് ബി ആൻ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. ഓക്കെ, പ്രൈസിന് ചെറിയൊരു ചേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആവും. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. അത്രയും ഇലാസ്റ്റിസിറ്റി ഉണ്ട് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഐഡിയൽ സിറ്റുവേഷൻ ആണ്, അത് പോസിബിൾ അല്ല ആക്ച്വലി. നമ്മൾ പാരലൽ ടു നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ്. ഈ കേസിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി, അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ കേസിൽ നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഇൻഫിനിറ്റി. ഇതിന് ചെറിയ ചേഞ്ച് വരുമ്പോൾ നമ്മുടെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇനി ഡിമാൻഡ് കർവ് പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുക. ഈ കേസിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വുഡ് ബി ഇൻഫിനിറ്റി. ഇനി നെക്സ്റ്റ് വരുന്നതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈസിന് ചെറിയ ചേഞ്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഡിമാൻഡഡ് ക്വാണ്ടിറ്റിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല. ഇപ്പൊ അത് കൂടുതലായിട്ടും ലൈഫ് സേവിങ് ആയിട്ടുള്ള ഡ്രഗ്സ് അല്ലെങ്കിൽ മറ്റേ എസെൻഷ്യൽ ഗുഡ്സ് ഇല്ലേ, അതിന്റെ കേസിലാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ള സിറ്റുവേഷൻ വരുന്നത്. ഇപ്പം ലൈഫ് സേവിങ് ഡ്രഗ്സ് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും എങ്ങനെയാണെങ്കിലും അതിന്റെ ഡിമാൻഡിന് മാറ്റം വരുന്നില്ല, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ആ കേസാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ വിത്ത് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ദർ വുഡ് ബി നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. അപ്പം ഈ കേസിൽ നമ്മൾ പ്ലോട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ പ്രൈസ് ഡിമാൻഡിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. പ്രൈസിന് ചേഞ്ച് വന്നാൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വുഡ് ബി 0. നെക്സ്റ്റ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഈ കേസിൽ നമ്മുടെ പ്രൈസിന് ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് ഈക്വൽ ആൻഡ് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ഡിമാൻഡഡ് ക്വാണ്ടിറ്റിക്കും വരുന്നു. നമ്മുടെ കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിക്കും ഈക്വൽ ആൻഡ് പ്രപ്പോർഷനേറ്റ് ചേഞ്ച്, പ്രൈസിൽ വരുന്ന അതേ ചേഞ്ചിനനുസരിച്ചിട്ടുള്ള ഈക്വൽ ആൻഡ് പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ക്വാണ്ടിറ്റിക്കും വരുന്നു. അതാണ് യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. വിത്ത് എ ഗിവൺ ചേഞ്ച് ഇൻ പ്രൈസ് ഫോർ ദി കമ്മോഡിറ്റി. ഇത് നോർമൽ ഗുഡ്സിന്റെ കേസിലാണ്. ഈ ഇലാസ്റ്റിക് വരുന്നത് ഈക്വൽ ടു 1 ആയിരിക്കും. ഇലാസ്റ്റിസിറ്റി വിൽ ബി ഈക്വൽ ടു 1. കാരണം എന്താ വെച്ചാൽ ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ചേഞ്ച് ഡിമാൻഡഡ് ക്വാണ്ടിറ്റിക്ക് വരുന്നതുകൊണ്ട്. ഈ കേസിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവ് നോർമൽ ആയിട്ടുള്ള ഡിമാൻഡ് കർവ് തന്നെയാണ് നമുക്ക് കിട്ടുക. നമ്മുടെ നോർമൽ ഡിമാൻഡ് കർവ് ആണ് ഈ കേസിൽ കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ മോർ ഇലാസ്റ്റിക് എന്ന് പറയാൻ കാരണം വിത്ത് എ ഗിവൺ ചേഞ്ച് ഇൻ പ്രൈസ് ദർ വുഡ് ബി മോർ ദാൻ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്.
ഇവിടെ പ്രൈസിന് വരുന്ന ചേഞ്ച് അനുസരിച്ചിട്ട് അതിന് കൂടുതലായിട്ട് അതിന് കറക്റ്റ് ഈക്വൽ പ്രൊപ്പോർഷൻ ആയിട്ടല്ല ഇവിടെ ക്വാണ്ടിറ്റിക്ക് ചേഞ്ച് വരുന്നത്. ഇവിടെ ക്വാണ്ടിറ്റി മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡിന് വരുന്നത്. അതുകൊണ്ടാണ് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ക്വാണ്ടിറ്റിക്ക് ഇലാസ്റ്റിസിറ്റി കൂടുതലായിരിക്കും പ്രൈസിന് ചെറിയ ചേഞ്ച് വന്നാലും. അതായത് നമ്മുടെ ക്വാണ്ടിറ്റിയിലെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എക്സ്പാൻഡ് ചെയ്യും എന്നുള്ളത് കൊണ്ട്. ഈ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 1 ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്നത്. ഈ കേസിൽ നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഫ്ലാറ്റർ ആയിട്ടുള്ള ലൈനാണ് നമുക്ക് കിട്ടുന്നത് ഫിഗറിൽ, അതായത് സ്ക്രീനിൽ തന്നിട്ടുള്ളത് പോലെ. നെക്സ്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഓർ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ലെസ് ഇലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈ കേസിൽ പ്രൈസിന് ചേഞ്ച് വരുന്നത് അനുസരിച്ചിട്ട് ലെസ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് വരുന്നത്. With a given change in price, there would a less than proportionate change in quantity demanded of the commodity. ഇത് ഫുഡ്, ഫ്യൂവൽ ഇതുപോലത്തെ നെസസിറ്റീസിന്റെ കേസിലാണ് നമ്മൾ ഈ ഒരു കർവ് വരയ്ക്കുന്നത്. അപ്പൊ ഈ കേസിൽ ഡിമാൻഡ് കർവ് വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്റ്റീപ്പ് ആയിട്ടുള്ള കർവാ കിട്ടുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 ആയിരിക്കും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി വലിയ വ്യത്യാസമില്ല. സപ്ലൈ വേർഡ് ആണ് വ്യത്യാസം. അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പം നമ്മൾ സപ്ലൈ എന്താന്നുള്ളത് പറയാം. Supply means desired quantity of commodity that the seller offer for sale in the market. അതായത് നമ്മൾ ഡിമാൻഡ് പറഞ്ഞത് കൺസ്യൂമറിന്റെ സൈഡിൽ നിന്നിട്ടായിരുന്നു ഡിമാൻഡ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ സപ്ലൈ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നിട്ടാണ്. അപ്പം ഒരു കമ്മോഡിറ്റി, ഇപ്പൊ ഒരു പ്രൊഡ്യൂസർ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്തു, ആ കമ്മോഡിറ്റി മാർക്കറ്റിൽ സെല് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. അപ്പൊ എത്ര ക്വാണ്ടിറ്റി സോൾഡ് ഔട്ട് ആയി എന്നുള്ളതാണ് ആ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ സപ്ലൈ എന്ന് പറയുന്നത്. അതായത് നമ്മൾ സപ്ലൈ പറയുന്നത് പ്രൊഡ്യൂസറിന്റെ ഉദ്ദേശിക്കുന്നത്. അപ്പം സപ്ലൈ റെഫേഴ്സ് ടു ദ quantities of commodity which a seller of time. ഇനി സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, നമ്മൾ ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞില്ലേ. സിമിലർലി സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി, ഗോൾസ് ഓഫ് ദി ഫേംസ് ഓഫ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് ടാക്സേഷൻ. ഇതെല്ലാം സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി അത് എങ്ങനെ അഫക്ട് ചെയ്യുന്നതെന്നുള്ളത് പറയാം. ഫസ്റ്റ് വൺ, പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. സപ്ലൈ പറയുന്നത് ഞാൻ പ്രൊഡ്യൂസറിന്റെ സൈഡിൽ നിന്നാണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രൈസ് കൂടിയ ഒരു കമ്മോഡിറ്റി ആണെങ്കിൽ പ്രൈസ് കൂടുതലുള്ള കമ്മോഡിറ്റി കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് പ്രൊഡ്യൂസറിന് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈസ് കൂടുതലുള്ള കമ്മോഡിറ്റി ഏതാണോ അതായിരിക്കും പ്രൊഡ്യൂസേഴ്സ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ പ്രൈസ് കൂടുതലുള്ളത് പ്രൊഡ്യൂസ് ചെയ്താലാണ് അവർക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേസില് അതായത് സപ്ലൈയുടെ കേസില് പ്രൈസും സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും. ഡിമാൻഡിന്റെ കേസ് പറഞ്ഞപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ നമ്മൾ സപ്ലൈയിലേക്ക് വരുമ്പോൾ പ്രൈസും സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണുള്ളത്. പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും എന്നുള്ളത്. പ്രൈസ് കുറവുള്ള
പ്രോഡക്റ്റ് ആണെങ്കിൽ അതിന് സപ്ലൈ കുറവായിരിക്കും. ഇനി നെക്സ്റ്റ് ഫാക്ടർ വരുന്നത് ഗോൾസ് ഓഫ് ദി ഫേംസ്. ഇനി ഓരോ ഫേംസ് അനുസരിച്ചിട്ട് അവരുടെ ഗോൾസ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ചില ഫേംസിന് അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളതായിരിക്കും അവരുടെ എയിം. ചില ഫേംസിന് അവരുടെ സെയിൽസ് മാക്സിമൈസ് ചെയ്യാന്നുള്ളതായിരിക്കും അവരുടെ ഗോൾ. പിന്നെ വേറെ കുറച്ച് ഫേംസ് ഡിഫറെന്റ് ഫേംസിന്റെ ഗോൾസ് ഡിഫറെന്റ് ആയിരിക്കും. ദ ഗോൾസ് മേ ബി മാക്സിമൈസ് ദ പ്രോഫിറ്റ് ആയിരിക്കും ചിലതിന്, ചില ഫേംസിന് മാക്സിമൈസ് സെയിൽസ് ആയിരിക്കും, ചില ഫേംസിന് മാർക്കറ്റ് ഡോമിനൻസിനായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക. അപ്പം ഈ സപ്ലൈയിലും പ്രൊഡക്ഷനിലും വരുന്ന ചേഞ്ചസ് അത് ഈ അതായത് ഫേംസിന്റെ ഗോൾസിനെ ബേസ് ചെയ്തിട്ടാണ് സപ്ലൈയും പ്രൊഡക്ഷനും പറയാ. അപ്പം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് ഒരു ഫേം ഉദ്ദേശിക്കണമെങ്കിൽ പ്രൈസ് കൂടുതലുള്ള കമ്മോഡിറ്റി ഏതാണോ അത് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സെയിൽസ് കൂട്ടണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറഞ്ഞാലും അത് പ്രശ്നമല്ല, മാക്സിമം സെയിലായി പോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തില് സപ്ലൈയും പ്രൊഡക്ഷനും വരും. ഇനി നെക്സ്റ്റ് അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്. പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് അവര് 2 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിൽ 2 പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പം അവരുടെ ആ 2 പ്രോഡക്ട്സിൽ കൂടുതൽ ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ഏതാണോ അവര് അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പം ആ പ്രൈസ് കൂടുതലുള്ള പ്രോഡക്റ്റ് ഏതാണോ അതിനായിരിക്കുമല്ലോ അതിനായിരിക്കും അവർ കൂടുതൽ സപ്ലൈ പ്രൊവൈഡ് ചെയ്യണത്. അതാണ് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ് സപ്ലൈനെ അഫക്ട് ചെയ്യുമെന്ന് പറയുന്നത്. അതായത് ഇൻക്രീസ്ഡ് പ്രൈസ് ഉള്ളത് ഏത് പ്രോഡക്റ്റ് ആണോ അതിനായിരിക്കും പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് അതായിരിക്കും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഓർ ഓർഗനൈസേഷൻ ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന് വരുന്ന പ്രൈസിന്റെ ചേഞ്ച് അനുസരിച്ചിട്ടും സപ്ലൈക്ക് ചേഞ്ചസ് വരാം. പിന്നെ അടുത്തത് സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി. ഇപ്പൊ കൂടുതലായിട്ടും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ്സ് അല്ലേ ഉള്ളത്, കൂടുതലും മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ സ്വാഭാവികമായിട്ട് ഇൻക്രീസ് ചെയ്യും. ഇനി നെക്സ്റ്റ് അടുത്ത വരുന്ന ഗവൺമെന്റ് ടാക്സേഷൻ. ടാക്സ് ഇൻക്രീസ് ചെയ്യാന്നുള്ളത് ആക്ച്വലി സപ്ലൈനെ ഡിക്രീസ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അതൊരു പോസിറ്റീവ് ഇൻസെന്റീവ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എല്ലാ കമ്പനിയും ടാക്സ് അടയ്ക്കണമല്ലോ. അപ്പൊ ടാക്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് സപ്ലൈനെ നെഗറ്റീവ് ആയിട്ടാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സപ്ലൈ ഡിക്രീസ്ഡ് ആവും. ഇത്രയാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സപ്ലൈ എന്ന് പറയുന്നത്. പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഗോൾസ് ഓഫ് ദി ഫേം, പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്, പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഗവൺമെന്റ് ടാക്സേഷൻ. അപ്പം ഇത്രയും ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഇനി നമ്മൾ സപ്ലൈയുടെ കേസിലും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നുണ്ട്. പ്രൈസും പിന്നെ സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും വെച്ചിട്ട്. നെക്സ്റ്റ് വരുന്നത് സപ്ലൈ ഫംഗ്ഷൻ. നമ്മൾ ഡിമാൻഡ് ഫംഗ്ഷൻ പഠിച്ചിരുന്നു, സിമിലർലി സപ്ലൈ ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ സപ്ലൈ ഫംഗ്ഷൻ ഷോസ് ദ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സപ്ലൈ. സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സപ്ലൈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് ഫങ്ഷണൽ റിലേഷൻഷിപ്പാണ് കിട്ടുന്നത്. എന്തൊക്കെ തമ്മിലുള്ളതാ? സപ്ലൈയും ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞില്ലേ കുറെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഫാക്ടേഴ്സ് ഓഫ് സപ്ലൈ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സപ്ലൈ. അതായത് ഇപ്പൊ ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി, ഗോൾ ഓഫ് ദ ഫേംസ്, അങ്ങനെയുള്ള സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും
അതുപോലെ സപ്ലൈ. ഇത് രണ്ടും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ആണ് നമ്മൾ സപ്ലൈ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ സപ്ലൈ ഫംഗ്ഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് SN വെച്ചിട്ടാണ്. SN which is equal to function of Pn up to Pn minus 1 GF TE GT NU. ഇത് ഓരോ ടേംസ് എന്താണെന്നുള്ളത് പറഞ്ഞോളാം. സപ്ലൈ ഫംഗ്ഷൻ ഇതാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സപ്ലൈയും ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. ഇതിലെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് സപ്ലൈ ആയിരിക്കും. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ബാക്കിയുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും. ഇനി സപ്ലൈ ഫംഗ്ഷനിൽ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഓരോ ടേമും എന്താ പറയുന്നത് എന്നുള്ളത്. SN മീൻസ് സപ്ലൈ ഓഫ് കമ്മോഡിറ്റി N. പിന്നെ ഫംഗ്ഷന്റെ അകത്ത് എഴുതിയിരിക്കുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സപ്ലൈ ആണ്. ഫാക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഫാക്ടർ ആണ് പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റി എന്നുള്ളത്. എന്താണ് PN? പ്രൈസ് ഓഫ് ദി കമ്മോഡിറ്റി. പിന്നെ PN to PN minus 1 എന്നുള്ളത് പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റീസ്. GF എന്നുള്ളത് ഫേമിന്റെ ഗോൾ ഓഫ് ദ ഫേം. T ടെക്നോളജിക്കൽ ചേഞ്ചസ്. C വരുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൈസ് ഇൻപുട്സ്. GT ഗവൺമെന്റ് ടാക്സേഷൻ. N സൈസ് ഓഫ് ദി പോപ്പുലേഷൻ. ഇത്രയാണ് സപ്ലൈ ഫംഗ്ഷനിൽ വരുന്ന ടേംസ്. സപ്ലൈ ഫംഗ്ഷൻ മീൻസ് functional relationship between supply and factors affecting the supply. ഇനി നെക്സ്റ്റ് ലോ ഓഫ് സപ്ലൈ. നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചു. സിമിലർലി and quantity decreases with falling price of the commodity. ഈ സപ്ലൈനെ അഫക്ട് ആക്കി വെക്കും. എന്നിട്ട് പ്രൈസിന് വരുന്ന ചേഞ്ച് അനുസരിച്ചിട്ട് സപ്ലൈക്ക് വരുന്ന ചേഞ്ച് എന്താന്നുള്ളതാ ലോ ഓഫ് സപ്ലൈ പറയുന്നത്. അപ്പൊ പ്രൈസ് കൂടുമ്പോ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും. പ്രൈസ് കുറയുമ്പോ സപ്ലൈ സ്വാഭാവികമായിട്ടും കുറയും. അതായത് പ്രൈസും സപ്ലൈയും തമ്മിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഡിമാൻഡിന്റെ കേസിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പും. ഇവിടെ പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു, പ്രൈസ് കുറവുള്ളതാണെങ്കിൽ സപ്ലൈ കുറയും. അതാണ് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത്. സപ്ലൈ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി സപ്ലൈ നെക്സ്റ്റ് സപ്ലൈ കണ്ടിട്ടുണ്ട്. പ്രൈസും സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ സപ്ലൈ ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റി അത് വെച്ചിട്ട് പ്രൈസും സപ്ലൈയും അതായത് പ്രൈസും ക്വാണ്ടിറ്റിയും വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ പ്രൈസ് കൂടുന്നു, അപ്പോൾ സപ്ലൈയും ഇൻക്രീസ് ചെയ്യുകയാണ്. അതായത് 1 ആകുമ്പോ സപ്ലൈ 5 ആണ്, പ്രൈസ് 2 യൂണിറ്റ് ആയപ്പോ സപ്ലൈ 8 ആയി, പ്രൈസ് 3 ആയപ്പോ സപ്ലൈ 12 ആയി. അപ്പം ഇവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടുന്നു എന്നുള്ളത്. ഇതാണ് സപ്ലൈ കർവ്. ഇനി സപ്ലൈക്ക് വരുന്ന ചേഞ്ചസ് 2 തരത്തിലാണ് ഉള്ളത്. ഒന്ന് ചേഞ്ച് ഇൻ സപ്ലൈ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഫസ്റ്റ് വൺ ചേഞ്ച് ഇൻ സപ്ലൈ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. സെക്കൻഡ് വൺ ചേഞ്ച് ഇൻ സപ്ലൈ ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. 2 തരത്തിലാണ് സപ്ലൈക്ക് ചേഞ്ച് വരുള്ളൂ. പ്രൈസിന് ചേഞ്ച് വരുന്ന അനുസരിച്ചിട്ട് സപ്ലൈക്ക് വരുന്ന ചേഞ്ച്. സെക്കൻഡ് വൺ പ്രൈസ് ഒഴിച്ച് ബാക്കി സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സിന് വരുന്ന ചേഞ്ച് അനുസരിച്ചിട്ട് സപ്ലൈക്ക് വരുന്ന ചേഞ്ച്. അപ്പം
നമ്മൾ സപ്ലൈ കർവ് വരയ്ക്കുകയാണെങ്കിൽ പ്രൈസും സപ്ലൈയും, അതായത് ചേഞ്ച് ഇൻ സപ്ലൈ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്, പ്രൈസിന് ചേഞ്ച് വരുത്തും. ബാക്കിയുള്ള ഫാക്ടേഴ്സ് ഒക്കെ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് സപ്ലൈ അല്ല പ്രൈസ് മാത്രം നമ്മൾ ചേഞ്ച് ചെയ്യിക്കുന്നു. അപ്പോ സപ്ലൈക്ക് ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് നമ്മുടെ ഈ മൂവ്മെന്റ് അലോങ് ദ സപ്ലൈ കർവ്, ആ വരുന്ന ചേഞ്ച് ആകെ മൂവ്മെന്റ് അലോങ് ദി സപ്ലൈ കർവ്, ആ സപ്ലൈ കർവിലൂടെ ഉള്ള മൂവ്മെന്റ് മാത്രമാണ് ചേഞ്ച് ആയിട്ട് വരുന്നുള്ളൂ. ഇവിടെ ഷിഫ്റ്റ് വരുന്നില്ല, അതായത് നമ്മുടെ കർവിന് ഷിഫ്റ്റ് ഒന്നും സംഭവിക്കുന്നില്ല, ജസ്റ്റ് ആ മൂവ്മെന്റ് അലോങ് ദി കർവ് മാത്രമാണ് ഇവിടെ ചേഞ്ച് ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പം നോക്കുകയാണെങ്കിൽ എ എന്ന് പറഞ്ഞ പോയിന്റ്, എ എന്ന് പറഞ്ഞ റെഫറൻസ് പോയിന്റിൽ നിന്ന് ബിയിലേക്ക് വന്നു. അപ്പം എ എന്ന് പറഞ്ഞ പോയിന്റില് സപ്ലൈ 20 ആയിരുന്നു, ബിയിലേക്ക് വന്നപ്പോ അത് സപ്ലൈ 10 ആണ്. അതായത് എ എന്ന് പറഞ്ഞ പോയിന്റ് പ്രൈസ് 10 ആണ്, പ്രൈസ് 10 ആവുമ്പോ സപ്ലൈ 20 ആണ്. ഇനി പ്രൈസ് 5 ആയപ്പോ സപ്ലൈ കുറഞ്ഞു, 10 ആയിട്ട് കുറഞ്ഞു. അപ്പൊ ഇവിടെ സപ്ലൈ കുറയുന്നത് കൊണ്ട് എ ടു ബി സപ്ലൈ കുറയാണ് ചെയ്തത്, അതായത് പ്രൈസ് കുറഞ്ഞു, പ്രൈസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കുറയും, അപ്പോൾ സപ്ലൈയും കുറയും. അവിടെ കോൺട്രാക്ഷൻ ആണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഇനി നേരെ തിരിച്ച് പോയിന്റ് റെഫറൻസ് പോയിന്റ് എ ടു സിയിലുള്ള മൂവ്മെന്റ് നോക്കുകയാണെങ്കിൽ എയിലെ പ്രൈസ് 10 ആണ്, അപ്പോൾ ഉള്ള സപ്ലൈ 20. ഇനി 10ൽ നിന്ന് പ്രൈസ് കൂടി 15 ആയി, 15 ആയി കഴിഞ്ഞപ്പോ സി എന്ന് പറഞ്ഞ പോയിന്റിലെ സപ്ലൈ 30 ആയി. പ്രൈസ് കൂടിയപ്പോ സപ്ലൈ കൂടി. അപ്പൊ ഇവിടെ എന്താണ് ചേഞ്ച് വന്നിരിക്കുന്നത്? എക്സ്പാൻഷൻ ആണ്, എക്സ്പാൻഷൻ ഓഫ് സപ്ലൈ ആണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പം സപ്ലൈക്ക് പ്രൈസ് ചേഞ്ച് ചെയ്യണ അനുസരിച്ചിട്ട് സപ്ലൈക്ക് വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ജസ്റ്റ് മൂവ്മെന്റ് അലോങ് ദി സപ്ലൈ കർവ് ആണ്. ഡിമാൻഡ് കൂടുകയാണെങ്കിൽ സപ്ലൈ പ്രൈസ് കൂടുമ്പോ സപ്ലൈ കൂടും, അപ്പോ എക്സ്പാൻഷൻ ആണ് സംഭവിക്കണേ. പ്രൈസ് കുറയുമ്പോ സപ്ലൈ കുറയും, അങ്ങനെ വരുമ്പോ കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഇനി പ്രൈസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സിനും ചേഞ്ച് വരുമ്പോ, പ്രൈസ് ഒഴിച്ച് ബാക്കി കുറെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന, ആ ഫാക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡ് കർവിൽ ഷിഫ്റ്റ് ഉണ്ടാവും. ചേഞ്ച് ഇൻ സപ്ലൈ ഡ്യൂ ടു ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്, ആ കേസിൽ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ ഉണ്ടാവും. അപ്പൊ ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ് ആണ് നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക. ഇനി ഇതിന്റെ അകത്ത് രണ്ട് ഫിഗർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഡയഗ്രത്തിൽ നമുക്ക് ഇൻക്രീസ് ഇൻ സപ്ലൈ ആണ്, ഇൻക്രീസ് ഇൻ സപ്ലൈ കാണിച്ചിരിക്കുന്നത് ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ്. ഇവിടെ നമ്മുടെ നോർമൽ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എസ് എന്നുള്ളതാണ് നോർമൽ ഡിമാൻഡ് കർവ്. അപ്പം അതിന് ഷിഫ്റ്റ് സംഭവിച്ചത്, അതായത് 20ന്ന് 10 ആയിട്ട് പ്രൈസിന് വ്യത്യാസമൊന്നുമില്ല, പ്രൈസ് 10 ആയിട്ട് കൺസിഡർ ചെയ്തു. ബാക്കിയുള്ള ഫാക്ടേഴ്സ് എന്നിട്ട് ചേഞ്ച് ചെയ്തു. അങ്ങനെ വരുമ്പോ ഷിഫ്റ്റ് ആണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പോസിറ്റീവ് ഷിഫ്റ്റും നെഗറ്റീവ് ഷിഫ്റ്റും. ഫസ്റ്റ് ഡയഗ്രത്തിൽ നമുക്ക് കിട്ടുന്നത് ഇൻക്രീസ് ഇൻ സപ്ലൈ ആണ്, അത് ഇവിടെ ഡൗൺവേർഡ് ഷിഫ്റ്റ് ആണ്. ഇനി സെക്കൻഡ് ഡയഗ്രത്തിൽ നമുക്ക് ഡിക്രീസ് ഇൻ സപ്ലൈ ആണ് കിട്ടുന്നത്, അത് അപ്വേർഡ് ഷിഫ്റ്റ് ആണ്, ഡിക്രീസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ഡിമാൻഡ് കർവ് പറയുമ്പോ. ഇൻക്രീസ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഷിഫ്റ്റ്, അത് തിരിഞ്ഞു പോകാൻ പാടില്ല. ഇൻക്രീസ് കാണിക്കുന്നത് സപ്ലൈയുടെ കേസിൽ ഡൗൺവേർഡ് ഷിഫ്റ്റും ഡിക്രീസ് കാണിക്കുന്നത് അപ്വേർഡ് ഷിഫ്റ്റും ആണ്. ഇനി അടുത്ത ടോപ്പിക് വരുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞതുപോലെ തന്നെ
ഇവിടെ ആ ഡിമാൻഡ് എന്നുള്ള വേർഡിന് പകരം സപ്ലൈ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ പ്ലോട്ട് ചെയ്യുന്ന കർവ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പം ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ റെഫേഴ്സ് ടു ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ഓഫ് എ കമ്മോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ് ഓർ എനി അതർ ഫാക്ടേഴ്സ്. പ്രൈസിനും പിന്നെ സപ്ലൈനെ അഫക്ട് ചെയ്യുന്ന അതർ ഫാക്ടേഴ്സിനും ഉണ്ടാവുന്ന ചേഞ്ച് മൂലം സപ്ലൈ ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാവുന്ന ചേഞ്ച്, അതിന്റെ ഒരു ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്സിനാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ മെഷർ ചെയ്യുന്നത് പെർസെന്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ഇവിടെ ആകെ വ്യത്യാസം വരുന്നത് ആ വേർഡ് സപ്ലൈ എന്നുള്ള വേർഡ് മാറി വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ്. അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ അത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ, യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈ ഓർ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ, ഇലാസ്റ്റിക് സപ്ലൈ ഓർ മോർ ഇലാസ്റ്റിക് സപ്ലൈ, ഇൻഇലാസ്റ്റിക് സപ്ലൈ ഓർ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ. ഇതെല്ലാം നമ്മൾ ഡിമാൻഡിൽ പറഞ്ഞതുപോലെ തന്നെ. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ, ഇവിടെ പ്രൈസിന് ചെറിയ ചേഞ്ച് വരുമ്പോൾ വിത്ത് സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ദർ വുഡ് ബി ആൻ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ. പ്രൈസിന് വരുന്ന ചെറിയ ചേഞ്ച് അനുസരിച്ചിട്ട് നമ്മുടെ സപ്ലൈ ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഇൻഫിനിറ്റ് ചേഞ്ച് വരുന്നു. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. ഈ കേസിലെ സപ്ലൈ കർവ് വരയ്ക്കുമ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആണ് ഒബ്റ്റെയിൻ ചെയ്യണം. നമ്മുടെ ഡിമാൻഡ് കർവിൽ ഒബ്റ്റെയിൻ ചെയ്ത പോലെ തന്നെയാണ് സപ്ലൈ കർവിലും കിട്ടുന്നത്. ഈ കേസിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഇൻഫിനിറ്റി. അടുത്തത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഈ കേസിൽ വിത്ത് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ദർ വുഡ് ബി നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി സപ്ലൈ. പ്രൈസിന് ചെറിയ ചേഞ്ച് വരുത്തിയാലും നമ്മുടെ കമ്മോഡിറ്റി സപ്ലൈ ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഒരു ചേഞ്ചും വരുന്നില്ല എന്നുള്ളതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ഇൻഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് എന്താണ് ചേഞ്ച്, ക്വാണ്ടിറ്റിക്ക് വേറെ ചേഞ്ച് ഒന്നും വരാത്തത്. അപ്പൊ സപ്ലൈ കർവ് ഈ കേസിൽ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു വൈ ആക്സിസ് ആയിരിക്കും. ഈ കേസിലെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി 0. നെക്സ്റ്റ് യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈ ഓർ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. With a given change in price, there would be an equal and proportionate change in quantity supplied for the commodity. ഈ കേസിൽ പ്രൈസിന് ചെറിയൊരു ചേഞ്ച് വരുത്തുന്നു. അപ്പൊ പ്രൈസിന് ചേഞ്ച് വരുന്ന അനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് വരുന്നു. അതാണ് യൂണിറ്റ് ഇലാസ്റ്റിക് സപ്ലൈ. ഈ കേസിൽ ഇലാസ്റ്റിസിറ്റി വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വിൽ ബി ഈക്വൽ ടു 1. പ്രൈസ് ചേഞ്ച് ചെയ്യണ അനുസരിച്ച് അതിന് ഈക്വൽ ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ക്വാണ്ടിറ്റി സപ്ലൈഡിന് വരുന്നു. അപ്പൊ നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെയാണ് കർവ് കിട്ടുന്നത്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള നമ്മുടെ നോർമൽ സപ്ലൈ കർവ്. ഇനി നെക്സ്റ്റ് ഇലാസ്റ്റിക് ഓർ മോർ ഇലാസ്റ്റിക് സപ്ലൈ. മോർ എന്നുള്ള വേർഡ് ഉണ്ടല്ലോ, മോർ ഇലാസ്റ്റിക് ആണ്. ദാറ്റ് മീൻസ് with a given change in price there would be more than proportionate change in quantity supplied of a commodity. ഇവിടെ പ്രൈസിന് സ്മോൾ ചേഞ്ച് വരുത്തുന്നു. അതിനനുസരിച്ചിട്ട് ആ പ്രൈസിന് വരുന്ന ചേഞ്ച് അനുസരിച്ചിട്ട് അതിനേക്കാൾ കൂടുതൽ മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് ഉണ്ടാവുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വിൽ ബി ഗ്രേറ്റർ ദാൻ 1. നെക്സ്റ്റ് ഇൻഇലാസ്റ്റിക് സപ്ലൈ ഓർ ലെസ് ഇലാസ്റ്റിക് സപ്ലൈ. ഈ കേസിൽ ലെസ് ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് വിത്ത് എ ഗിവൺ ചേഞ്ച് ഇൻ പ്രൈസ് there would be less than proportionate change in quantity supplied of the commodity. പ്രൈസിന് ചെറിയ ചേഞ്ച് വരുത്തുമ്പോൾ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആണ് സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിക്ക് വരുന്നത്. സപ്ലൈ ചെയ്യുന്ന കമ്മോഡിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആ വരുന്നത്. ഈ കേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും.
നമുക്ക് കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ക്രീനിൽ കാണിച്ചതുപോലെ കിട്ടും. ഇനി അടുത്ത ടോപ്പിക് വരുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ബാലൻസ് പൊസിഷൻ ആണല്ലോ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. അപ്പം ഇക്വിലിബ്രിയം ഇക്വിലിബ്രിയം മീൻസ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ ബാലൻസ് പൊസിഷൻ ആണ്. ഇപ്പം ചേഞ്ച് ചെയ്യാനുള്ള ടെൻഡൻസി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ. ഇനി നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്താണെന്നാ പഠിക്കേണ്ടത്. Equilibrium price means it is the price at which quantity demanded of a commodity equal to quantity supplied of the commodity. Thus, demand and supply is known as invisible hands of the market. ഇതിനെ ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇപ്പം മാർക്കറ്റില് ഡിമാൻഡ് സപ്ലൈ ഷെഡ്യൂൾ ആയി തന്നിരിക്കുന്നത്. ഡിമാൻഡ് സപ്ലൈ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കോളത്തിൽ പ്രൈസ് ഉണ്ട്, സെക്കൻഡ് കോളത്തിൽ ഡിമാൻഡ്, തേർഡ് കോളത്തില് സപ്ലൈ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ പ്രൈസ് 6 യൂണിറ്റ്സ് വരുന്ന കേസിൽ പ്രൈസ് 6 യൂണിറ്റ് വരുമ്പോ ഡിമാൻഡ് എത്ര 3000 വന്നിരിക്കുന്നത്. സപ്ലൈ നോക്കുമ്പോ സപ്ലൈയും 3000 ആണ്. അപ്പം അതിന് നമ്മൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയും. ആ ഒരു സിറ്റുവേഷന് മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയും. അതായത് ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇവിടെ പ്രൈസ് അറ്റ് വിച്ച് ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സാമ്പിളില് 6 എന്ന് പറഞ്ഞ 6 റുപ്പീസ് 6 വരുമ്പോ അല്ലെങ്കിൽ 6 യൂണിറ്റ്സ് പ്രൈസ് വരുമ്പോ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇനി ഈ 6ന്ന് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് 7 ആയി, 7ന്ന് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് 8 ആയി. അങ്ങനെ ആ ടൈമില് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് നോക്കിക്കേ, ഡിമാൻഡ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയല്ലേ ചെയ്യുന്നത്. അപ്പം 2000ന്ന് 1000 ആയിട്ട് കുറഞ്ഞു. ഇനി സപ്ലൈ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോ 4000ന്ന് 5000 ആയി. പ്രൈസ് കൂടിയപ്പോ സപ്ലൈ കൂടി. ഓക്കെ, ഇനി പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. അപ്പൊ ഡിമാൻഡ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ആ കമ്മോഡിറ്റി വാങ്ങുന്നത് കുറയും. ഡിമാൻഡ് കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്മോഡിറ്റി വിറ്റ് പോകാണ്ടിരിക്കുക എന്നുള്ള കണ്ടീഷൻ ആണല്ലോ. അങ്ങനെ പക്ഷെ സപ്ലൈ കൂടുതലാണ്, പ്രൈസ് കൂടുതലുള്ളതുകൊണ്ട് സപ്ലൈ കൂടുതലാണ്, പക്ഷെ ഡിമാൻഡ് കുറവാണ്. അങ്ങനെ വരുമ്പോ മാർക്കറ്റിൽ സാധനങ്ങൾ അതായത് കമ്മോഡിറ്റീസ് കുമിഞ്ഞു കൂടും. അങ്ങനെ വരുമ്പോ എക്സസ് സപ്ലൈ ആണ് വരുന്നത്. മനസ്സിലായോ? അതായത് ഇക്വിലിബ്രിയം പൊസിഷൻ ആണ് ഈ കേസിൽ പറഞ്ഞിട്ടുള്ള 6 എന്ന് പറഞ്ഞ 6 പ്രൈസ് വരുന്നത് അല്ലെങ്കിൽ 6 യൂണിറ്റ് പ്രൈസ് വരുമ്പോ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണ്. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഇനി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ചേഞ്ച് വരും. ഈ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്ന് ടെമ്പററി ചേഞ്ചസ് വരും. അപ്പം ഫസ്റ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ ആ 6ന്ന് പ്രൈസ് ഇൻക്രീസ് ചെയ്ത് 7, 8 ഒക്കെ ആകുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞു വരുന്നു, സപ്ലൈ ആണെങ്കിൽ കൂടി വരുന്നു. ഡിമാൻഡ് കുറവാണ് പ്രോഡക്റ്റിന്, പക്ഷെ സപ്ലൈ കൂടുതലാണ്. ആ കേസിൽ എന്താ ഡിമാൻഡ് കൂടുമ്പോ അതായത് പ്രൈസ് കൂടുമ്പോ ഡിമാൻഡ് കുറയുന്നു. അപ്പൊ സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കുന്നില്ല. അപ്പൊ ആ പ്രോഡക്ട്സ് മാർക്കറ്റിൽ കുഞ്ഞുകൂടും. അങ്ങനെ വരുമ്പോ എക്സസ് സപ്ലൈ ആണ് നമ്മുടെ സിറ്റുവേഷൻ വരുന്നത്. ഇനി ആ കേസിൽ നിന്ന് ഇത് ടെമ്പററി എക്സസ് സപ്ലൈ എന്ന് പറയുന്നതും എക്സസ് ഡിമാൻഡ് എന്ന് പറയുന്നതും ടെമ്പററി ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, ടെമ്പററി സിറ്റുവേഷൻ ആണ്. അതെന്താന്ന് വെച്ചാല് ഇപ്പം മാർക്കറ്റ് ആണ്, അതായത് എക്സ് ആയിട്ടുള്ള ഐറ്റംസ് വിറ്റ് പോണല്ലോ, അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് പ്രൈസ് കുറയ്ക്കും.
പ്രൈസ് കുറയ്ക്കുമ്പോൾ എന്താവും, ഡിമാൻഡ് കൂടും. അപ്പൊ ആ പ്രോഡക്ട്സ് വിറ്റ് പോകും. അങ്ങനെ ഇറ്റ് വിൽ ഗോ ബാക്ക് ടു മാർക്കറ്റ് ഇക്വിലിബ്രിയം പൊസിഷൻ അഗെയിൻ. പ്രഷർ ഓൺ മാർക്കറ്റ്. അങ്ങനെ തിരിച്ച് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വരും. ഇനി പ്രൈസ് 6 5 4 അങ്ങനെ കുറയാണ്. പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടി, 3000 4000 5000 അങ്ങനെ ഡിമാൻഡ് കൂടി. ഇനി പ്രൈസ് കുറഞ്ഞപ്പോ സപ്ലൈ കുറയും, 3000 2000 1000 എന്ന് പറഞ്ഞിട്ട് കുറഞ്ഞു. അപ്പം കമ്മോഡിറ്റി ആണ് വരുന്നത്. സപ്ലൈ കുറവല്ലേ, അപ്പൊ ഷോർട്ടേജ് ഓഫ് ദി കമ്മോഡിറ്റി ആണ് അതിന്റെ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനെ പ്രൈസ് ഇൻക്രീസ് ചെയ്ത് ഈ 5 തിരിച്ച് വീണ്ടും ഇക്വിലിബ്രിയം പോകും. ഈ എക്സസ് ഡിമാൻഡ് ആൻഡ് എക്സസ് സപ്ലൈ എന്ന് പറയുന്നത് ടെമ്പററി സിറ്റുവേഷൻസ് ആണ്. അപ്പം അതിൽ നിന്ന് വീണ്ടും തിരിച്ച് മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് തന്നെ വരും. എക്സസ് supply will excess supply price, then that will go back to equilibrium price again. ഇനി ഇക്വിലിബ്രിയം പ്രൈസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആവുന്ന പ്രൈസ് ഏതാണോ ആ പ്രൈസ് ആണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ ഈ ഇക്വിലിബ്രിയം പ്രൈസിൽ എത്ര ക്വാണ്ടിറ്റി വിറ്റ് പോകുന്നുണ്ടെന്ന് ഉള്ളതാണ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡിമാൻഡ് കർവും സപ്ലൈ കർവും നമ്മൾ പ്ലോട്ട് ചെയ്യും. അപ്പോ ഇനി ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഡിമാൻഡ് കർവും അതുപോലെ സപ്ലൈ കർവും ഇന്റർസെക്ട് ചെയ്യും, അല്ലെങ്കിൽ ഡിമാൻഡ് കർവും സപ്ലൈ ഡിമാൻഡ് കർവും സപ്ലൈ കർവും അത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് മീൻസ് ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ ആവുന്ന പോയിന്റ്, അതിനാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഡിമാൻഡിനും സപ്ലൈക്കും വരുന്ന ചേഞ്ച് കൊണ്ട് ഇക്വിലിബ്രിയം പ്രൈസിന് ഇൻക്രീസ് ഇൻ ഡിമാൻഡും ഡിക്രീസ് ഇൻ ഡിമാൻഡ്, ഇൻക്രീസ് ഇൻ സപ്ലൈ ആൻഡ് ഡിക്രീസ് ഇൻ സപ്ലൈ, ഇത്രയും ചേഞ്ചസ് ആണ് വരുന്നത്. ഇതിപ്പോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആ ഗ്രാഫില് അല്ല ഈ ഡിമാൻഡ് ഷെഡ്യൂളിലുള്ള കാര്യം, അതായത് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡിന് എന്ത് സംഭവിക്കുന്നു, സപ്ലൈക്ക് എന്ത് സംഭവിക്കുന്നു, അപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്താണ്, എക്സസ് സപ്ലൈ ആണോ എക്സസ് ഡിമാൻഡ് ആണോ മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണോ, ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് 6 ആണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ്സിനാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ വേരിയസ് ഇൻപുട്സ് ഉണ്ടായിരിക്കും. ആ ഇൻപുട്സ് യൂസ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് എത്തുന്ന ആ പ്രോസസ്സാണ് പ്രൊഡക്ഷൻ. ഇപ്പം നമ്മുടെ എക്കണോമിക്സില് ഇൻപുട്സ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറയാറുള്ളത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ 4 ഇൻപുട്സ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ, and production is the process of transformation of inputs such as land, labor, capital and organization into output. അതാണ് നമ്മുടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ describes empirical relationship between output and inputs. അതായത് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുന്നത് അനുസരിച്ചിട്ട് മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അത് കാണിക്കുന്ന ടെക്നിക്കൽ റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യൂ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് LA, LK ആൻഡ് O. ഇതിൽ LA എന്ന് പറയുന്നത് ലാൻഡ്, L ലേബർ, K
ക്യാപിറ്റൽ, ഓ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ്. ക്യൂ എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ദ കമ്മോഡിറ്റി ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ദ കമ്മോഡിറ്റി ആണ് നമുക്ക് കിട്ടേണ്ടത്. ഔട്ട്പുട്ട് ഓഫ് ദ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഫംഗ്ഷൻ ആയിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആണ്. ഇനി രണ്ട് ടൈപ്പ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണുള്ളത്. വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആൻഡ് ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. രണ്ട് തരത്തിലുള്ള പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതായത് നമുക്ക് ഇൻപുട്സ് തന്നിട്ടുണ്ടാവും. എക്കണോമിക്സിലെ ഇൻപുട്സ് എന്ന് പറയുമ്പോൾ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഇതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ഔട്ട്പുട്ട് ആക്കുന്ന പ്രോസസ് ആണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇനി രണ്ട് ടൈപ്പ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് നമുക്ക് ഉള്ളത്. അതായത് നമ്മുടെ ഇൻപുട്സിന്റെ അവൈലബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എപ്പോഴും എല്ലാ ഇൻപുട്സും അവൈലബിൾ ആവണമെന്നില്ല. അപ്പം അവൈലബിൾ ആവുന്ന ഇൻപുട്സിന് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് ആണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഈ വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും പറയും. കാരണം എന്താന്ന് വെച്ചാല് ഷോർട്ട് റൺ വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോർട്ട് റൺ എന്ന് പറയും. അതായത് കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് എല്ലാ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സിനെയും നമുക്ക് വേരി ചെയ്യിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സിംഗിൾ ഇൻപുട്ടിനെ മാത്രം എടുത്തിട്ട്, നമുക്ക് 4 ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞു, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതിൽ നിന്ന് ഒരു ഇൻപുട്ട് എടുത്തിട്ട് ആ ഒരു ഇൻപുട്ടിനെ വേരി ചെയ്യും. അതനുസരിച്ചിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാവുന്ന ചേഞ്ച്, അതാണ് വേരിയബിൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ച് നമ്മൾ പറയാം. അതായത് ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് വെയർ ക്വാണ്ടിറ്റി ഓഫ് എ സിംഗിൾ ഇൻപുട്ട് വേരീസ് കീപ്പിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് അതർ ഇൻപുട്സ് കോൺസ്റ്റന്റ്. ഇറ്റ് ഹാപ്പൻസ് ഇൻ ഷോർട്ട് റൺ ഡ്യൂ ടു അൺഅവൈലബിലിറ്റി ഓഫ് ഓൾ ഇൻപുട്സ്. വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഷോർട്ട് റൺ എന്ന് വിളിക്കാൻ കാരണം എല്ലാ ഇൻപുട്സും എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. ഷോർട്ട് ടൈം ഉള്ളൂ. അപ്പം എല്ലാ ഇൻപുട്ടും അവൈലബിൾ ആയിരിക്കില്ല. അപ്പം നമ്മൾ ഈ കേസിൽ ഒരു ഇൻപുട്ട് മാത്രം എടുത്തിട്ട് ആ സിംഗിൾ ഇൻപുട്ടിനെ മാത്രം വേരി ചെയ്യിപ്പിക്കും. ബാക്കിയുള്ള ഇൻപുട്സിനെ ഒക്കെ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ആയിട്ട് വെക്കും. അപ്പോ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്താണോ അതാണ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ച് നമ്മൾ പറയുന്നത്. മറ്റേ ഒരു ഫാക്ടർ മാത്രമേ വേരി ചെയ്യിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ചീപ്പായിട്ടുള്ളത് ലേബർ എന്നുള്ള ഇൻപുട്ട് ആണ്. അപ്പം ചീപ്ലി അവൈലബിൾ ആയിട്ടുള്ള ലേബർ ഇൻപുട്ട് ആയതുകൊണ്ട് നമ്മൾ വേരി ചെയ്യിക്കുന്ന ഫാക്ടർ, വേരിയബിൾ പ്രൊപ്പോർഷനിൽ വേരി ചെയ്യിക്കുന്ന ഫാക്ടർ എപ്പോഴും ലേബർ ആയിരിക്കും. ലേബർ ആണ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് തൊഴിലാളികളെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രൊഡക്ഷൻ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. നെക്സ്റ്റ് ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. It is the arrangement where the quantities of all inputs are varied in the same and equal proportion. It happens in long run. Fixed proportion production function long run ആണ്. അപ്പൊ ടൈം ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അവൈലബിൾ ഇൻപുട്സിനെയും വേരി ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും വേരിയബിൾ ആണ്. അപ്പൊ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ ആണ്. ഈ 4 ഫാക്ടേഴ്സിനെയും ഫിക്സഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വേരി ചെയ്യിപ്പിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കമ്മോഡിറ്റി എന്നുള്ളത്. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി ഔട്ട്പുട്ട് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓൺലി ബൈ ഇൻക്രീസിംഗ് ഓൾ ദ ഫാക്ടേഴ്സ് ടുഗദർ ഇൻ എ ഫിക്സഡ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഇതില് ഓർത്തിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വേരിയബിൾ പ്രൊപ്പോർഷനിലാണെങ്കിൽ ഒരു ഇൻപുട്ട് വേരി ചെയ്യിപ്പിക്കും, ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ആക്കി വെക്കും. എന്നിട്ട് നമുക്ക് ഷോർട്ട് റൺ ആയതുകൊണ്ട് ടൈം കുറവാണ്, അതുകൊണ്ട് ഒരു ഇൻപുട്ട് വേരി ചെയ്യിക്കുന്നുള്ളൂ. അപ്പം പ്രൊഡക്ഷൻ കൂടുകയോ കുറയോ എന്നുള്ളതാണ് വേരിയബിൾ പ്രൊഡക്ഷൻ
പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വെച്ച് പറയുന്നത്. ഈ ഫിക്സഡ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ എല്ലാ ഇൻപുട്സിനെയും വേരി ചെയ്യിപ്പിക്കും. ലോങ് റൺ ആണ്, ടൈം ഉണ്ട്, അപ്പോൾ എല്ലാ ഇൻപുട്സിനെയും വേരി ചെയ്യിച്ചു കഴിയുമ്പോൾ പ്രൊഡക്ഷൻ കൂടുവോ കുറയോ എന്നുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ആണ് അടുത്ത് പഠിക്കാനുള്ളത്. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. അപ്പം ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പറയുന്നതിന് മുന്നേ 3 ബേസിക് കോൺസെപ്റ്റ്സ് പറയാനുണ്ട്. ഫസ്റ്റ് വൺ, ടോട്ടൽ പ്രോഡക്റ്റ് ഓർ ടോട്ടൽ ഫിസിക്കൽ പ്രോഡക്റ്റ്, TP or TPP എന്ന് പറയും. ടോട്ടൽ പ്രോഡക്റ്റ്, it refers to total amount of a commodity produced during given period of time with each set of inputs. അപ്പം ഓരോ സെറ്റ് ഇൻപുട്ടും കൊടുക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈം തന്നിട്ടുണ്ടാവും. ആ ഒരു ടൈം പീരീഡിൽ ഓരോ സെറ്റ് ഇൻപുട്സ് കൊടുക്കുമ്പോൾ ടോട്ടൽ ആയിട്ട് കമ്മോഡിറ്റി എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ടോട്ടൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആവറേജ് പ്രോഡക്റ്റ്, ഇറ്റ് ഈസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ ഇൻപുട്ട്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റില് ഓരോ യൂണിറ്റ് വേരിയബിൾ ഫാക്ടർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിന് ഉണ്ടാവുന്ന ചേഞ്ച് എന്താന്നുള്ളത്. ഇവിടെ വേരിയബിൾ ഫാക്ടർ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ടുകൾ വേരി ചെയ്യിപ്പിക്കുന്ന ഡിഫറെന്റ് ഇൻപുട്സ് ഞാൻ പറഞ്ഞു, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും വേരിയബിൾ ഫാക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. കൂടുതലായിട്ടും ലേബർ ആണ്, ചീപ്പ് ആയതുകൊണ്ട് ലേബർ ആണ് വേരിയബിൾ ഫാക്ടർ ഇൻപുട്ട് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പം ആവറേജ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മറ്റേ പേര് പോലെ തന്നെ ടോട്ടൽ പ്രോഡക്റ്റ് ആണെങ്കിൽ മൊത്തം എന്തോരം പ്രോഡക്റ്റ് ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ മൊത്തം എത്ര പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടെന്നുള്ളത്. ആവറേജ് വരുമ്പോൾ ഇറ്റ് ഈസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് യൂസിങ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ഫാക്ടർ ഇൻപുട്ട് ആണ്. ഇനി അടുത്തത് മാർജിനൽ പ്രോഡക്റ്റ്. എക്കണോമിക്സിൽ മാർജിനൽ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്ന അഡീഷണൽ എന്നാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം marginal product is the addition to the total product from the use of an additional unit of variable factor input. അതായത് അഡീഷണൽ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷന് എന്ത് വ്യത്യാസം വരുന്നു. ഇപ്പം ലേബറിന്റെ കേസിലാണെങ്കിൽ അതായത് ഇപ്പം ആദ്യമേ 5 തൊഴിലാളികൾ അല്ലെങ്കിൽ 5 ലേബേഴ്സ് ആയിരുന്നു എങ്കിലും അത് അപ്പൊ ഒരു പ്രോഡക്റ്റ് ടോട്ടൽ പ്രോഡക്റ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എത്ര ഉണ്ടായി എന്നുള്ളതും ഉണ്ട്. അത് കഴിഞ്ഞാൽ 5ൽ നിന്ന് അത് 8 ആയിട്ട് ലേബേഴ്സിനെ കൂട്ടുമ്പോൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്നുള്ളത്. അതാണ് മാർജിനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഓൾറെഡി ഉള്ള ടോട്ടൽ പ്രോഡക്റ്റിന്റെ ഒപ്പം അഡീഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിന് ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് മാർജിനൽ പ്രോഡക്റ്റ്. നെക്സ്റ്റ്, ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് പറയാറുണ്ട്, റിട്ടേൺസ് ടു ഫാക്ടർ എന്ന് പറയാറുണ്ട്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. അപ്പൊ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ നമ്മൾ ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് അല്ലെങ്കിൽ റിട്ടേൺസ് ടു ഫാക്ടർ അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയും. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടാറുണ്ട്. ഇനി ഈ ലോ പറയുന്നത് നമ്മള് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പഠിച്ചിരുന്നു. അപ്പൊ ആ ലോയ്ക്ക് സിമിലർ ആണ്. ദിസ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് as more and more units of a variable factor are applied to a given quantity of a fixed factor, the total product increase at an increasing rate initially, then at a diminishing rate and eventually decreases provided there is no change in technology. അതായത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പ്രൊഡക്ഷൻ നടത്താൻ പോണേ. അപ്പം ഈ കേസിൽ നമ്മള് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യമേ പറഞ്ഞ പോലെ 5 ലേബേഴ്സ് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്തു, അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് കിട്ടി. അപ്പം ആദ്യം അത് കഴിഞ്ഞിട്ട് വീണ്ടും ലേബേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 5ന്ന് 6 ആക്കി, 7 ആക്കി, അങ്ങനെ 8 ആക്കി, അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആദ്യം ടോട്ടൽ പ്രോഡക്റ്റ് ഇനീഷ്യലി ഇൻക്രീസ് ചെയ്യും. അതായത് ലേബറിന്റെ എണ്ണം കൂടുമ്പോൾ പ്രൊഡക്ഷനും ആദ്യമേ ഇൻക്രീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട്
ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിയുമ്പോൾ വീണ്ടും എത്ര അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് ലേബറിന് കൊടുത്താലും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. പ്രൊഡക്ഷൻ ഒരു ഡിമിനിഷിംഗ് റേറ്റിൽ കുറഞ്ഞു വരും. അതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് മനസ്സിലാവുന്നില്ല. എക്സാമ്പിൾ മനസ്സിലായില്ല. എക്സാമ്പിൾ അതായത് ഉണ്ടല്ലോ, ഇപ്പൊ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് കൺസിഡർ ചെയ്യുന്നു. ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ആദ്യമേ ഒരു 5 തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കും. 5 തൊഴിലാളികളുണ്ട്. അപ്പൊ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 5 തൊഴിലാളികളെ വെച്ചിട്ട് ആ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ഉണ്ടാവുമല്ലോ. ആദ്യമേ അത് കഴിഞ്ഞിട്ട് വീണ്ടും തൊഴിലാളികളെ കൂടുതലായിട്ട് ചേർത്തു അല്ലെങ്കിൽ കൂടുതലായിട്ട് എടുത്തു. അപ്പം തൊഴിലാളികളുടെ എണ്ണം കൂടുമ്പോൾ സാധാരണയായിട്ട് എന്താ ചെയ്യണ്ടേ? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യണ്ടേ? അത് തൊഴിലാളികളുടെ എണ്ണം മാത്രം കൂടുന്നത് കൊണ്ട് എങ്ങനെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം? അതിന്റെ റോ മെറ്റീരിയൽസിന്റെ അളവ് കൂടിയില്ലെങ്കിൽ ആദ്യമുള്ള അതേ പ്രൊഡക്ഷൻ്റെ അല്ലേ ഉണ്ടാവുള്ളൂ. അതായത് ടെക്നോളജിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. അതായത് ഫിക്സഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ് വരുന്നത്. റോ മെറ്റീരിയൽസ് ഒക്കെ സെയിം തന്നെ. അപ്പൊ പിന്നെ ഒരു ക്വാണ്ടിറ്റി മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഓക്കെ മാം. അപ്പൊ എങ്ങനെയാണ് ആളെ കൂട്ടുന്നത് കൊണ്ട് അവിടെ പ്രൊഡക്ഷൻ കൂടുക? കാരണം റോ മെറ്റീരിയൽസ് നമ്മൾ സെയിം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മാക്സിമം പ്രൊഡക്ഷൻ ആ റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അത്രേ നടക്കുള്ളൂ. ആളെ മാത്രം കൂട്ടുന്നത് കൊണ്ട് പ്രൊഡക്ഷൻ കൂടില്ലല്ലോ. പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ അതിന് ഇൻപുട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസ് കൂടണ്ടേ? നമ്മുടെ ഇൻപുട്ട് എന്ന് പറയാൻ ലേബറും നമ്മുടെ ഒരു ഇൻപുട്ട് ആണ് എക്കണോമിക്സിൽ. അപ്പൊ ഇൻപുട്ട് കൂടുതൽ കൊടുക്കുന്നു. നമ്മളവിടെ ഹ്യൂമൻ റിസോഴ്സസ് കൂടുതൽ ഉപയോഗിക്കുന്നു, അഗ്രീഡ്. അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തെങ്കിലും സാധനം വേണ്ടേ? ആ സാധനം വേണമെങ്കിൽ മെറ്റീരിയൽസ് വേണ്ടേ? മെഷീനറി അതനുസരിച്ച് യൂസ് ചെയ്യണ്ടേ? അതെല്ലാം അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യണം. ബാക്കി കണ്ടീഷൻസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാത്രമാണ്. അപ്പം ആദ്യമേ അങ്ങനെ കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആദ്യമേ ഇൻക്രീസിംഗ് റേറ്റിൽ പ്രൊഡക്ഷൻ കൂടും. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തി കഴിയുമ്പോൾ ഡിമിനിഷിംഗ് റേറ്റ് ആണ്. അപ്പം പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവഞ്ച്വലി ഡിക്രീസ് ചെയ്യും. അതാണ് ലോ വെച്ചിട്ട് പറയുന്നത്. പിന്നെ അത് വെച്ചിട്ടുള്ള ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുള്ളത് അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി ഇതും ഒരു ടോപ്പിക് കൂടി കഴിഞ്ഞ് മൊഡ്യൂൾ അങ്ങ് കഴിയും. കോബ്-ഡോഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ കൂടിയേ ഉള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം.